ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായും കമൻറ്റായും രേഖപ്പെടുത്തണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചിലർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കുറേ ചാനലുകളെ വിലക്കെടുത്തുകൊണ്ട് മറ്റുള്ളവരെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തിട്ട് തിരിച്ചാരെങ്കിലും ചോദ്യം ചെയ്താൽ അത് എങ്ങനെയാണ് കുറ്റമാകുന്നത്? ഒരാൾ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഫേക്കും കോമാളിയും ഒക്കെ ആകുന്നത് എങ്ങനെയാണ്? ചിലരുടെ കണ്ണുനീർ സത്യസന്ധവും മറ്റുള്ളവർ കരഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയവും കോമാളിത്തരവും ഒക്കെ ആകുന്നത് എങ്ങനെയാണ്? ചിലർ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആരും ഒന്നും അറിഞ്ഞ ഭാവം പോലും കാണിക്കാറില്ല. എന്നാൽ ചിലരോ അവർക്ക് ഈ പരിഗണനയൊന്നും ഈ റിയാക്ട് ചെയ്തവരാരും കൊടുക്കാറില്ല. പിന്നെ നമ്മൾ ആരെയെങ്കിലും സപ്പോർട്ട് ചെയ്തൊന്ന് വീഡിയോ ചെയ്തെങ്കിൽ അവരെ നമ്മളെ പിടിച്ച് അവരുടെ PR ആക്കും. കാരണം ഈ 150ഓളം ചാനലുകൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താലും നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അനീഷിൻ്റെ PR ആണ്, ഞാൻ പോലും അറിയാതെ ഞാൻ PR ആയി. കാരണം ഞാനിപ്പോൾ 2 പ്രാവശ്യം അനീഷിൻ്റെ ഭാഗത്ത് ന്യായങ്ങളെ സംസാരിച്ചുകൊണ്ട്, ഞാൻ എന്തെങ്കിലും ഈ അനുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 വീഡിയോസ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുവിൻ്റെ കാര്യങ്ങളിൽ അവിടെ അനുവിനെ വിമർശിച്ച കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലതിലൊക്കെ അനുവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല, നമ്മളൊരാളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മൾ ഒരാളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് കൂടുതലായിട്ട് ആ വ്യക്തിയായിരുന്നു ശരിയെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമന്റ് ബോക്സിലും എല്ലാം അനുവിൻ്റെയും കൂടെ ഇന്റർവ്യൂ വെച്ചിട്ട് താരതമ്യം ചെയ്യുകയാണ്, ആരുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത് എന്നുള്ളത്. കാരണം അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് 3 മാസത്തും കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രേക്ഷക സപ്പോർട്ടും പ്രേക്ഷക പിന്തുണയാണ്. അനുവിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 11 വർഷമായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയുടെ ഈ സെയിം ചാനലിൽ തന്നെ അനുവായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 4 മില്യൺ ആൾക്കാരോളം അത് കണ്ടിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ഫെയിമിലല്ല അനു അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം ബിഗ് ബോസിന്റെ ഫെയിമിലല്ല അനു നിലനിന്നിട്ടുള്ളത്. കാരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അനുവിനൊപ്പം ഒരു ഫിനാലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ വിജയം തന്നെയാണ്. അത് ആദ്യം അംഗീകരിക്കാൻ പഠിക്കുക. അല്ലാതെ എല്ലാ അനുമോള് മാത്രമാണെന്ന്. പിന്നെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അനുമോക്ക് PR ഒന്നും ഇല്ലായിരുന്നു, അനുമോള് PR ഒന്നും ഇല്ല, ഞങ്ങളായിരുന്നു അനുമോളുടെ PR എന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബിനു ആരാണ്? ബിനു എത്ര ഇന്റർവ്യൂ കൊടുത്തു? ബിനു എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞത്, ഞാനില്ലായിരുന്നെങ്കിൽ അവർ 50 എപ്പിസോഡ് കൂടുതൽ പോവില്ലായിരുന്നു. അതുപോലെ തന്നെ PR കൊടുത്ത കാശിന്റെ ഇതെല്ലാം മൊബൈലിൽ സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഞാനായിരുന്നു PR എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മുമ്പോട്ട് വരുന്നത്, ഞാനില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവർക്കും PR. ഓക്കെ, എങ്കിൽ എല്ലാവർക്കും PR ഉണ്ടായിരുന്നു. എങ്കിൽ എന്തുകൊണ്ട് ഈ PR ഏറ്റെടുത്ത ആള് പറയും, ഞാനില്ലായിരുന്നെങ്കിൽ അവർ 50 ദിവസത്തിൽ കൂടുതൽ പോവില്ലായിരുന്നു എന്ന് പറയുന്നു? അത്രയും PR ഒരാൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടും ഈ സപ്പോർട്ട് ചെയ്യുന്നവരത് അംഗീകരിക്കുന്നില്ലല്ലോ. മറ്റുള്ളവർക്ക് PR ഉണ്ടായിരുന്നു, അവർക്ക് PR ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇനി PR-ന്റെ കാര്യം മാറ്റി നിർത്തിയാൽ തന്നെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 7 സീസൺ കഴിഞ്ഞാൽ 7ാമത്തെ സീസണിലാണ് ഒരാൾ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്നത്. ഇന്ന ജാതിയിൽപ്പെട്ട ഈ കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചു. അതുപോലെ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് പിടിച്ചു, രോഗം പറഞ്ഞ് വോട്ട് പിടിച്ചു. ബിഗ് ബോസ് ചരിത്രത്തിൽ ആരും ഇങ്ങനെ വോട്ട് പിടിച്ചിട്ടില്ല. കാരണം അത് അനുമോൾക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നിട്ട് പറയണം, ഞാൻ ജ്യോതിഷനെ കണ്ടു, ജ്യോതിഷം പറഞ്ഞ് ഞാൻ വിന്നറാകുന്നു. അപ്പോൾ ആ വിന്നറാകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. കാരണം നമ്മളൊരു ആഗ്രഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ജ്യോതിഷനെയൊക്കെ പോയി കണ്ടേ. ഈ അനുവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പൊ ഇത് പറയുന്നുണ്ടായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ വലിച്ചു കീറി അവരായിട്ട് അലക്കുമായിരുന്നല്ലോ. പിന്നെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്, അനീഷ് നുണയനാണ്, അനീഷ് ഫേക്കാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കണ്ടാൽ പറയാം അനീഷ് നുണയനാണ്, അനീഷ് ഫേക്കാണ്. ഇവർക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ ലക്ഷ്മി നക്ഷത്രം ഈ ഇന്റർവ്യൂവിൽ അനുവിനോട് തന്നെ പറയുന്നുണ്ടല്ലോ, പണ്ട് തൊട്ടേ നുണയായിരുന്നു, കള്ളത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളത്. സ്റ്റാർ മാജിക്കിൽ പല എപ്പിസോഡിലും ബീപ് ശബ്ദമായിരുന്നല്ലോ അനുവിന്റെ ഗെയിം ചെയ്യുമ്പോൾ അനുവിന്റെ വൈകുന്ന വരുന്ന തെറി കാരണം. കാരണം ഞാൻ ആ ഷോ കണ്ടിട്ടുണ്ട്, ഡമാർബഡാർ ആയിരുന്ന തൊട്ട് ഞാൻ ഈ ഷോ കണ്ടിട്ടുള്ള ഒരാളാണ്. അതിനകത്ത് കള്ളത്തരം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പല കള്ളത്തരങ്ങളും ലക്ഷ്മി വിദ്യാഭ്യാസത്തിന്റെ കാര്യം വരെ ചോദിച്ച കാര്യം പോലും അവളവിടെ നുണ പറഞ്ഞിട്ട് ലക്ഷ്മി അത് അവിടെ പൊളിച്ചിട്ടുണ്ട്. ഈ ഇന്ന് കാണുന്ന അനു ആകുന്നതിന് മുമ്പ് കള്ളത്തരം മാത്രമേ വായിൽ നിന്ന് വന്നിട്ടുള്ളൂ. കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടല്ലോ ഇവരുടെ വിവാഹം കഴിഞ്ഞ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ പുറകെ നടന്ന് ചോദിക്കുന്നുണ്ട് ഇവരുടെ കല്യാണമായോ എന്നുള്ളത്. കാരണം എന്തോ തമിഴ്നാട്ടിൽ വെച്ച് എന്തോ കല്യാണം നിശ്ചയം കഴിക്കുന്നോ, എന്തോ വിവാഹം കഴിക്കുന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ ന്യൂസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതെല്ലാം കമന്റ് ബോക്സിലുണ്ട്. എന്നിട്ടും ഇവരോട് ചോദിച്ചു പറഞ്ഞു, ഏതനു? എൻ്റെ അല്ല, വേറെ വല്ല അനുമായിരിക്കും. മീഡിയാസിന്റെ മുമ്പിൽ നിന്ന് പച്ച നുണയാണ് പറയുന്നത്. അപ്പൊ ഞാൻ അത് അവരുടെ എന്തെങ്കിലും കാരണം ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കാനുള്ളൊരു കാര്യം, എങ്കിൽ വേറെ ചിലരുടെ കാര്യങ്ങളായിരുന്നെങ്കിൽ ഈ റിയാക്ട് ചെയ്യുന്ന ആളുകൾ
അവരുടെ വീട്ടിലെ കഞ്ഞിക്കലത്തിൽ എന്തുമാത്രം ചോറുണ്ടെന്നും ആ ചോറിൽ എത്ര എണ്ണ ഉണ്ടെന്നും അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമായിരുന്നല്ലോ, അവർക്കതിൽ സംസാരിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഈ റിയാക്ഷൻ ചെയ്യുന്ന പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും ഈ ഒരു വിഷയം എടുക്കുന്നില്ല? കമന്റ് ബോക്സുകൾ, അവരുടെയൊക്കെ കമന്റ് ബോക്സിൽ തന്നെ അത് വരുന്നുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ഇത് അവര് റിയാക്ട് ചെയ്യുന്നില്ല ഇതിനെതിരെ? കാരണം അനുവിന്റെ എല്ലാ കാര്യങ്ങളിലും റിയാക്ട് ചെയ്യും. അനുവിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് റിയാക്ഷൻ ചെയ്യുന്നവരാണല്ലോ അതിന്. കാരണം അനീഷിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അയ്യോ എത്ര ചാനൽസ് ആണ് അനുമോളെ വെളുപ്പിക്കാനും അനീഷിനെ കറുപ്പിക്കാനുമായിട്ട് ശ്രമിച്ചത്. എന്തേ അവരാരും ശ്രമിക്കാത്തത്? അപ്പം വ്യക്തമായ PR ഉണ്ട്, ഇപ്പോഴും PR നിലനിൽക്കുന്നുണ്ട്. കാരണം ആവശ്യം വരുമ്പോൾ PR ഉപയോഗിക്കും. കാരണം ഈ ചാനലുകളെല്ലാം അനുവിന്റെ കൺട്രോളിൽ തന്നെ പോകുന്നു. കാരണം അനുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പ്രശസ്തരായിട്ടുള്ള ഈ രേണുസുതിയൊക്കെ വലിച്ചു കീറുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, എന്തേ ചെയ്യാം? പിന്നെ ചില കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത്? ഞാൻ നെഗറ്റീവ് കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ചിലരുടെ സംസ്കാരം കാണിച്ചുകൊണ്ടുള്ള കമന്റുകൾ ചെയ്യും. കാരണം വളരെ ചീത്തയായിട്ടുള്ളതും അതുപോലെ തന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ വന്നാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. കാരണം അത് പബ്ലിക്കായിട്ട് കിടക്കുന്നത് മോശമാണെന്ന് തോന്നിയതുകൊണ്ട്. കാരണം നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിലും ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും അവരെ വ്യക്തിപരമായി ബാധിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ഡിലീറ്റ് ചെയ്തിരിക്കും. കാരണം ഞാനത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പിന്നെ അത് ഈ അനുവിനെ തന്നെയാണെങ്കിലും ഇപ്പം ഞാൻ അനുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്താലും അനുവിന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നു അല്ലെങ്കിൽ അനുവിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ വന്നാൽ ഞാനത് ഉറപ്പായിട്ടും ഡിലീറ്റ് ചെയ്യും. കാരണം തെറി പറയുന്നതും ചീത്ത പറയുന്നതൊന്നും നമ്മുടെ കമന്റ് ബോക്സിൽ അതിനുള്ള ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ കമന്റുകളും നെഗറ്റീവായിട്ട് വന്നാൽ ചിലർക്ക് മാത്രമേ എതിരെ വന്നത് ഞാൻ ഡിലീറ്റ് ചെയ്തുള്ളൂ എന്നപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിച്ചേക്കാം. കാരണം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, കാരണം ചിലരുടെ സംസ്കാരശൂന്യമായിട്ടുള്ള കമന്റുകൾ വരുമ്പോഴാണ് ഡിലീറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളണം. കാരണം ഞാൻ ഇപ്പൊ അനുവിനെതിരെയാണെങ്കിലും അനീഷിനെതിരെയാണെങ്കിലും വിമർശിക്കുന്നവർ ബിഗ് ബോസിലെ കാര്യങ്ങൾ, അവർ പങ്കെടുത്ത ഷോയിലെ സംബന്ധിച്ച് അവിടെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വിമർശിക്കുന്നതിന് കുഴപ്പമില്ല. അതല്ലാതെ വളരെ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ നിന്നുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എല്ലാ കമന്റ്സിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.